അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മർഹബൻ ബിക്കും ലേൺ അറബിക് വിത്ത് മീ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അശ്ശുഅറ ഉൽ മുഖ്ലറമൂൻ. മുഖ്ലറമീൻ കവികൾ ആരാണ്? ജാഹിലിയ കാലഘട്ടത്തും ഇസ്ലാം കാലഘട്ടത്തും ജീവിച്ച കവികൾക്ക് അശ്ശുഅറ ഉൽ മുഖ്ലറമൂൻ എന്ന് പറയുന്നു. ഉലായിക്കല്ലദീന അദ്റകുൽ അഹദൈനിൽ ജാഹിലി വൽ ഇസ്ലാം. ജാഹിലിയ കാലഘട്ടത്തും ജീവിച്ചിട്ടുണ്ട്, ഇസ്ലാം കാലഘട്ടത്തും ജീവിച്ചിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ടവരാണ് അൽ ഖൻസാ, കഅബ് ഇബ്നു സുഹൈർ, ഹസാൻ ഇബ്നു സാബിത്, ഹുതൈഅ. ഓരോരുത്തരെയും വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഖൻസായിനെ പരിചയപ്പെടാം. തുമാലിർ ബിൻത് അംർ ഇബ്നു ശരീദ് എന്നാണ് അവരുടെ പൂർണ്ണനാമം. നജദിലെ ബനി സുലൈമാണ് അവരുടെ ഗോത്രം. അറബികളിൽ വെച്ച് ഏറ്റവും പ്രമുഖയായ ഒരു കവിത്രിയാണ് ഖൻസാ. ഖൻസാ എന്നത് അവരുടെ ലഖബാണ്, സ്ഥാനപ്പേരാണ്. അങ്ങനെ പേര് വരാൻ കാരണം അവരുടെ മൂക്ക് ചെറുതും മൂക്കിന്റെ അറ്റം അഗ്രം പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വിളിക്കുന്നത്. അവർക്ക് റസായിൽ വിലാപ കാവ്യത്തിൽ വലിയൊരു സമാഹാരം തന്നെയുണ്ട്. യോമുൽ ഖലാബി യുദ്ധത്തിൽ തൻ്റെ സഹോദരങ്ങളായ സഹറും മുആവിയയും കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ മേൽ ശക്തമായി കരഞ്ഞ് അട്ടഹസിച്ച് അവർക്ക് വേണ്ടി വിലാപകാവ്യം രചിച്ചിട്ടുണ്ട്. അങ്ങനെ റസായിൽ പ്രശസ്തയായ ഒരു കവയിത്രിയാണ് ഖൻസാ. അവരുടെ കവിതകളിൽ കൂടുതലും റസായിനെ കുറിച്ചും ഫഖ്റിനെ കുറിച്ചുമാണ് ഉള്ളത്. ഹവാസിൻ ഗോത്രത്തിന്റെ നേതാവായ കവി ദുറൈദ് ഇബ്നു സുമ്മ ഖൻസായിനെ വിവാഹോചന നടത്തിയപ്പോൾ അവളത് നിരസിക്കുകയും റവാഹത്ത് ഇബ്നു അബ്ദുൽ അസീസ് സുല്ലമിയെ വിവാഹം കഴിക്കുകയും അവരിലെ അബ്ദുല്ല എന്ന കുട്ടി ജനിക്കുകയും ചെയ്തു. പിന്നീട് മിർദാസ് ഇബ്നു അബി ആമിർ സുല്ലമിയെ വിവാഹം ചെയ്തു. അവരിൽ സെയ്ദ്, മുആവിയ, അംർ എന്നീ 3 മക്കളുണ്ടായിട്ടുണ്ട്. ഖദ് അദ്റകത്തുൽ ഖൻസാ ഉൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. വഹി അജൂസും വലഹ അർബഅത്ത് ഔലാദിൻ. അവർക്ക് ആ സമയത്ത് 4 മക്കളായിരുന്നു. ലമ്മ ഇസ്തഷ്ഹദ ഔലാദുഹൽ അർബഅത ഫിൽ ഖദസിയ യുദ്ധത്തിൽ തൻ്റെ 4 മക്കളും ഷഹീദായപ്പോൾ ഖൻസാവ് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹി ലസീ ശറഫനി ബിഖത്ലിഹിം വഅർജു മിൻ റബ്ബി അൻ യജ്മഅനി ബിഹിം ഫീ മുസ്തഖറി റഹ്മതഹു. അൽഹംദുലില്ലാഹി ലസീ ശറഫനി ബിഖത്ലിഹിം. അവരുടെ മരണം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. വഅർജു മിൻ റബ്ബി അൻ യജ്മഅനി ബിഹിം. അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫീ മുസ്തഖർ റഹ്മതഹു. അവന്റെ കാരുണ്യത്തിന്റെ സ്ഥലത്ത്, സ്ഥിരതയുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവരെ പറഞ്ഞ വാക്ക്. ഖദ് തുവഫിയത് ബിൽ ബാദിയ ആം 24 ഹിജ്റിയ. ഹിജ്റ 24 ബാദിയ എന്ന സ്ഥലത്ത് അവർ മരണപ്പെട്ടു, വഫാത്തായി. ഉക്കാള ചന്തയിൽ വെച്ച് ഖൻസാ തൻ്റെ കവിത പാടിയപ്പോൾ അവിടെ ധാരാളം കവികൾ ഉണ്ടായിട്ടുണ്ട്. അവരിലെ നാബിദ് സുബ്യാനി എന്ന കവിയും ഉണ്ടായിരുന്നു. ഖൻസാഇന്റെ കവിത കേട്ടപ്പോൾ അവർ അൻപരന്നു. എന്നിട്ട് പറഞ്ഞു, ലൗല അന്ന ഹാസൽ ആമ അൽ ആഷ അൻഷദ്നി ഖബ്ലക ലഫളൽതുക അലാ ശുഅറാ വഹാസൽ മൂസിം. ആയിഷക്ക് മുമ്പ് നീ എനിക്ക് കവിത പാടി തന്നിരുന്നുവെങ്കിൽ, ആയിഷ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സീസണിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ കവിയാക്കിയനി എന്നാണ് നാബിഗ ഖൻസായിനോട് പറഞ്ഞത്.